السلام عليكم ورحمة الله وبركاته. أهلا وسهلا بكم جميعا في هذا الفيديو الجديد. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ അറബി ടെക്സ്റ്റ് ബുക്കിൽ 20ാമത്തെ പേജ് വരെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. ഇന്ന് നമ്മൾ നോക്കുന്നത് 21, 22, 23 പേജുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വളരെ ലളിതമായ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഗ്രാമറിൻ്റെ ഭാഗമാണ്. എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക. പരീക്ഷയിലേക്ക് നമുക്ക് ഇത് നന്നായിട്ട് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് നേരെ പേജ് നമ്പർ 21 പോകാം. നുലാഹിലുൽ ജുമൽ, നമുക്ക് വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ഇവിടെ ചില വാക്കുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തതിൽ കൊടുത്തിരിക്കുന്നത് അമിലത്തിൽ ഉമ്മു കുല്ലയോ, അമ്മ എല്ലാ ദിവസവും ജോലി ചെയ്തു. രണ്ടാമത്തത് തഅമലുൽ ഉമ്മു കുല്ലയോ, അമ്മ എല്ലാ ദിവസവും ജോലി ചെയ്യുന്നു. ഈ രണ്ട് പദങ്ങളും തമ്മിലുള്ള വ്യത്യാസം, ഒന്നാമത്തത് ഫിഇൽ മാളിയിൽ വരുന്നതാണ്, ചെയ്തു കഴിഞ്ഞു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് തഅമലു എന്നുള്ളത് ഫിഇൽ മുളാരിയാണ്, ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും. ഈ രണ്ട് ഫിഇലുകൾ തമ്മിലുള്ള പദങ്ങളിൽ വരുന്ന വ്യത്യാസമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത്. തൊട്ട് താഴെയുള്ള ചിത്രം, ഒരു കുട്ടി ബോൾ കൊണ്ട് കളിക്കുന്നുണ്ട് അല്ലേ. ലഇബൽ വലതു ബിൽ കുറത്ത്, കുട്ടി പന്ത് കൊണ്ട് കളിച്ചു. തൊട്ട് താഴെ അതിൻ്റെ മുളാരി കൊടുത്തിരിക്കുന്നു യൽ അബുൽ വലതു ബിൽ കുറത്ത്, കുട്ടി പന്ത് കൊണ്ട് കളിക്കുന്നു. ഇനി അതിൻ്റെ തൊട്ട് താഴെ ഒരു ചിത്രം നോക്കുമ്പോൾ അവിടെ രണ്ട് കുട്ടികൾ കളിക്കുന്നുണ്ട്, രണ്ട് ആൺകുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വന്ന വ്യത്യാസം നമുക്ക് നോക്കാം. അൽ വലത് എന്നുള്ളതിനെ അൽ വലദാനി, രണ്ട് ആൺകുട്ടികൾ. യൽ അബു എന്നതിനെ യൽ അബാനി ബിൽ കുറത്ത്, രണ്ട് ആൺകുട്ടികൾ പന്ത് കൊണ്ട് കളിക്കുന്നു എന്നായി. തൊട്ട് താഴേക്ക് വന്നപ്പോൾ 3 കുട്ടികളായിട്ടുണ്ട്. അപ്പോൾ 3 വരുന്ന സമയത്ത് അൽ ഔലാദു, വലതിൻ്റെ ജം ഉപയോഗിച്ചു. അൽ ഔലാദു യൽ അബൂന ബിൽ കുറത്ത്, 3 കുട്ടികൾ പന്ത് കൊണ്ട് കളിക്കുന്നു. ഇത് മുസക്കറാണ് അല്ലേ. നമുക്ക് തന്നിരിക്കുന്നതൊക്കെ ആൺകുട്ടിയാണ്. ഒരാൺകുട്ടി, രണ്ടാൺകുട്ടികൾ, 3 ആൺകുട്ടികൾ എന്ന രൂപത്തിലാണ് പോയത്. അതേ ഇതിൻ്റെ മുഅന്നസാവുമ്പോൾ, പെൺകുട്ടിയാകുമ്പോൾ എന്തു മാറ്റാണ് വരുന്നത് നോക്കാം. അൽ ബിന്തു തൽഅബു ബിൽ ഹബിൽ, കുട്ടി കയറ് കൊണ്ട് കളിക്കുന്നു. തൽഅബു, നേരത്തെ യൽ അബു ആയിരുന്നു ആണായപ്പോൾ, പെണ്ണായപ്പോൾ തൽഅബു എന്നായി മാറി. 2 പെൺകുട്ടികളായപ്പോൾ അൽ ബിൻതാനി തൽഅബാനി ബിൽ ഹബിൽ, 2 പെൺകുട്ടികൾ കയറുകൊണ്ട് കളിക്കുന്നു. തൽഅബാനി. അത് 3 പെൺകുട്ടികളായപ്പോൾ അതിൻ്റെ ജം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബിന്ത് എന്നുള്ളതിൻ്റെ ജം ബനാത്ത്. അൽ ബനാത്തു യൽ അബ്ന ബിൽ ഹബിൽ, അൽ ബനാത്തു യൽ അബ്ന ബിൽ ഹബിൽ. ഈ ഭാഗം നമുക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. യൽ അബു, യൽ അബാനി, യൽ അബൂന, ഇതാണ് ആൺകുട്ടികൾക്ക് ഉപയോഗിക്കുന്നത്. പെൺകുട്ടികൾക്ക് ഉപയോഗിക്കുമ്പോൾ തൽ അബു, തൽ അബാനി, യൽ അബ്ന, ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. തുടർന്നുള്ള പ്രവർത്തനം പേജ് 22 നമുക്ക് നോക്കാം. ഇവിടെ നമ്മളോട് നേരിട്ട് സംസാരിക്കുകയാണ്, ഒരാൾ നമ്മളോട് നേരിട്ട് സംസാരിക്കുകയാണ്. അപ്പം നമ്മൾ അവരെങ്ങനെയാണ് അഭിസംബോധന ചെയ്യുക? നീ എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ. നീ എന്നാണ് മുമ്പിലുള്ള ആളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ നീ എന്ന് പറയുന്ന രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മുൻപിലുള്ള ആൾ ഒരാളാണെങ്കിൽ, മറ്റൊരാളോടാണ് പറയുന്നതെങ്കിൽ അൻത, നീ, തെൽ അബു, പന്ത് കൊണ്ട് കളിക്കുന്നു. അൻത തെൽ അബു ബിൽ കുറത്ത്. അതേ കാര്യം പെൺകുട്ടിയോട് പറയുമ്പോൾ അൻതി തെൽ അബീന ബിൽ കുറത്ത്, അൻതി തെൽ അബീന ബിൽ കുറത്ത്. ആൺകുട്ടിയോട് 2 ആൺകുട്ടികളുണ്ടെങ്കിൽ അൻതുമാ തെൽ അബാനി ബിൽ കുറത്ത്, നിങ്ങൾ 2 പേരും ബോൾ കൊണ്ട് കളിക്കുന്നു.
പെൺകുട്ടിയോട് പറയുമ്പോൾ അതിൽ യാതൊരു മാറ്റമില്ല. അൻതുമാ തൽ അബാനി ബിൽക്കുറത്ത്, നിങ്ങൾ രണ്ടുപേരും ബോൾ കൊണ്ട് കളിക്കുന്നു. ഇനി രണ്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അൻതും നിങ്ങൾ, തൽ അബൂന കളിക്കുന്നു, ബിൽക്കുറത്ത് ബോൾ കൊണ്ട് കളിക്കുന്നു. അത് പെൺകുട്ടികളാകുമ്പോൾ അൻതും എന്നല്ല, പകരം അൻതുന്ന, അൻതുന്ന തൽ അബിന ബിൽക്കുറത്ത്, ഈ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മൾ തന്നെ സ്വന്തം കാര്യം തന്നെ പറയാണ്, ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ എന്നൊക്കെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ എങ്ങനെ പറയാം? അന അൽ അബു ബിൽക്കുറത്ത്, ഞാൻ ഒറ്റൊരാളേ ഉള്ളൂ എങ്കിൽ അന അൽ അബു, ഞാൻ കളിക്കുന്നു, ബിൽക്കുറത്ത്, ഞാൻ ഒരാളാണ് കളിക്കുന്നതെങ്കിൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അതിൽ വ്യത്യാസമൊന്നുമില്ല. അന അൽ അബു ബിൽക്കുറത്ത് എന്ന് തന്നെയാണ് ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ പറയുന്നത്. ഇനി രണ്ടാളുണ്ടെങ്കിലോ ഞങ്ങളായിട്ട് മാറി, ഞങ്ങൾ രണ്ടുപേർ എന്നുള്ളതിന് പകരം ഞങ്ങൾ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. നഹ്നു നൽ അബു ബിൽക്കുറത്ത്, നഹ്നു നൽ അബു ബിൽക്കുറത്ത്. രണ്ടിൻ്റെ മുകളിലേക്ക് എത്ര വന്നു കഴിഞ്ഞാലും നഹ്നു ആണ് അവിടെ ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ ഈ പഠിച്ച വാക്കുകളെ 3 ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഇത് പരീക്ഷയ്ക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒന്നാമത്തതാണ് ഗായിബ്, നമ്മുടെ മുമ്പിലില്ലാത്ത ഒരാൾ. നമ്മൾ മുമ്പിലില്ലാത്ത ഒരാളെ പറ്റി നമ്മൾ പറയുമ്പോൾ അവൻ, അവൾ, അവർ രണ്ടുപേർ, അവർ എന്നൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. അതിനാണ് ഹുവ അവൻ, ഹുമാ അവർ രണ്ടുപേർ, അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഹുമാ അവർ രണ്ടുപേർ. ആണാണെങ്കിൽ അവർ എന്നുള്ളതിന് ഹും എന്നും, പെണ്ണാണെങ്കിൽ അവർ എന്നുള്ളതിന് ഹുന്ന എന്നുമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഹുവ അവൻ, ഹിയ അവൾ, പിന്നെ രണ്ടിലും ഉപയോഗിക്കുന്ന രണ്ടുപേരാണെങ്കിൽ ഹുമാ, പിന്നെ ആണാണെങ്കിൽ അവർ എന്നുള്ളതിന് ഹും, പെണ്ണാണെങ്കിൽ അവർ എന്നുള്ളതിന് ഹുന്ന. ഇങ്ങനെ 6 പദങ്ങളാണ് നമുക്ക് ഗായിബിൽ വരുന്നത്. യൽ അബു, യൽ അബാനി, യൽ അബൂന. അത് പെണ്ണാവുമ്പോൾ തൽ അബു, തൽ അബാനി, യൽ അബുന. ഈ രൂപത്തിലാണ് ഗായിബിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. തൊട്ടുടനെ വരുന്നതാണ് മുഖാത്വബ്. മുഖാത്വബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ആളോട് നമ്മൾ സംസാരിക്കുകയാണ്, അയാളെ അഭിസംബോധന ചെയ്യണം. അങ്ങനെ ഒരാൾ നമ്മളെ മുമ്പിലുള്ള ആളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നീ എന്നാണ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ആണാണ് മുമ്പിലുള്ള ആളെങ്കിൽ നമുക്ക് എന്ത് വേണം? അൻതയാണ് ഉപയോഗിക്കുക. അൻത. പെണ്ണാണെങ്കിൽ അൻതി. നിങ്ങൾ രണ്ടുപേർ എന്നവരോട് പറയുമ്പോൾ, രണ്ടാളുകളോടാണ് സംസാരിക്കുന്നതെങ്കിൽ അൻതുമാ, അതാണിനും പെണ്ണിനും അൻതുമാ എന്ന് തന്നെ. നിങ്ങൾ കുറേ പേരെന്നുള്ളത്. അതാണാണെങ്കിൽ അൻതും, പെണ്ണാണെങ്കിൽ അൻതുന്ന, ഇങ്ങനെയാണ് ഉപയോഗിക്കുക. ഇത് നമ്മൾ ഫിഅൽ മുദാരിയിലേക്ക് ഉപയോഗിക്കുമ്പോൾ അൻത തൽ അബു, നീ കളിക്കുന്നു. പെൺകുട്ടിയോട് പറയുമ്പോൾ അൻതി തൽ അബീന, അൻതി തൽ അബീന. ഇനി രണ്ടാളുകളുണ്ടെങ്കിൽ ആണായാലും പെണ്ണായാലും ഒരേ വാക്ക് തന്നെ, അൻതുമാ തൽ അബാനി, അൻതുമാ തൽ അബാനി. ഇനി കുറേ ആൺകുട്ടികളോടാണ് പറയുന്നത്, നിങ്ങളെല്ലാവരും എന്നാണ് പറയുന്നതെങ്കിൽ അൻതും തൽ അബൂന. പെൺകുട്ടികളാണെങ്കിൽ അൻതുന്ന തൽ അബ്ന. അപ്പോൾ തൽ അബു, തൽ അബാനി, തൽ അബൂന, ഇത് 3ആണ് ആൺകുട്ടികൾക്ക് ഉപയോഗിക്കുന്നത്. തൽ അബീന, തൽ അബാനി, തൽ അബ്ന, ഇത് 3ആണ് പെൺകുട്ടികൾക്ക് ഉപയോഗിക്കുന്നത്. ഇത് മുഖാത്തബാണ്, നമ്മുടെ മുമ്പിലുള്ള ആളോടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം നമുക്കവിടെ ബാക്കിയുണ്ട് അല്ലെ, അനയും നഹ്നുവും. അത് നമ്മൾ സ്വന്തത്തെ കുറിച്ചാണ് പറയുന്നത്. മുത്തക്കല്ലിം, സംസാരിക്കുന്ന ആൾ, ആരാണോ സംസാരിക്കുന്നത് അയാളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് അതിന് മുത്തക്കല്ലിം എന്നാണ് പറയുന്നത്. അതിൽ വരുന്നത് അനയും നഹ്നുവും. അതിൽ അന എന്നുള്ള ഉപയോഗിക്കുമ്പോൾ ആണിനും പെണ്ണിനും ഒന്നും വ്യത്യാസമില്ല. അന അൽ അബു, ഞാൻ കളിക്കുന്നു. ഇനി ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ, അത് 2 ആയാലും 3 ആയാലും അതിൻ്റെ മേലെ എത്ര ആയാലും നൽ അബു, ഞങ്ങൾ കളിക്കുന്നു എന്ന രൂപത്തിലാണ് ഉപയോഗിക്കുക.
അപ്പോൾ ഫിഅൽ മുളാരിയിൽ വരുന്ന ഏത് സന്ദർഭത്തിലും ഉപയോഗിക്കേണ്ട വ്യത്യാസം നമുക്കിവിടെ മനസ്സിലാക്കാം. നമ്മൾ ഒന്നിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് മൊത്തത്തിൽ നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത് യൽ അബു, യൽ അബാനി, യൽ അബൂന, തൽ അബു, തൽ അബാനി, യൽ അബ്ന, തൽ അബു, തൽ അബാനി, തൽ അബൂന, തൽ അബീന, തൽ അബാനി, തൽ അബ്ന, അൽ അബു, നൽ അബു. ഇങ്ങനെ 14 രൂപങ്ങളാണ് ഫിഅൽ മുളാരിക്ക് ഉണ്ടാവുക. അപ്പം അതിൻ്റെ ആ ഒരു എല്ലാ വസനുകളും എല്ലാ രൂപമാറ്റങ്ങളും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അത് വെച്ചുകൊണ്ടാണ് നമുക്ക് 23ാമത്തെ പേജിലുള്ള പ്രവർത്തനം പൂർത്തിയാക്കേണ്ടത്. അൽ വലതു യഖ്റഉൽ കിതാബ്, ഒരു കുട്ടി പുസ്തകം വായിക്കുന്നു. രണ്ടാളുണ്ടാവുമ്പോൾ അൽ വലദാനി യഖ്റആനിൽ കിതാബ്, 2 കുട്ടികൾ പുസ്തകം വായിക്കുന്നു. 3 ആളുണ്ടാവുമ്പോൾ വലതിൻ്റെ ജം ഉപയോഗിക്കണം. അൽ ഔലാദു യഖ്റഊനൽ കിതാബ്, യഖ്റഊന എന്ന് നമ്മൾ ഉപയോഗിക്കണം. ഇനി അതിനെ തന്നെ പെൺകുട്ടിയാക്കുമ്പോൾ താ ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ അൽ ബിന്തു തഖ്റഉൽ കിതാബ്, പെൺകുട്ടി പുസ്തകം വായിക്കുന്നു. 2 ആളുണ്ടാവുമ്പോൾ അൽ ബിൻതാനി തഖ്റആനിൽ കിതാബ്, 2 പെൺകുട്ടികൾ പുസ്തകം വായിക്കുന്നു. ഈ കുറേ പെൺകുട്ടികളുണ്ട്. അൽ ബനാത്ത്, പെൺകുട്ടികൾ. യഖ്റഅന, യഖ്റഅനൽ കിതാബ്, കുറേ പെൺകുട്ടികൾ പുസ്തകം വായിക്കുന്നു. ഇനി അൻതയാണ് കൊടുത്തിരിക്കുന്നത്. അൻതയാവുമ്പോൾ താ ആണ് മുമ്പിൽ വരേണ്ടത് അല്ലേ. അൻത തഖ്റഉൽ കിതാബ്, ഒരു ആൺകുട്ടി നീ പുസ്തകം വായിക്കുന്നു, ആൺകുട്ടിയോടാണ് പറയുന്നത്. ഇനി 2 ആൺകുട്ടികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. മുഖാത്തബ് 2 പേരുണ്ട്. അപ്പോൾ അവരോട് പറയാം അൻതുമാ തഖ്റആനിൽ കിതാബ്, നിങ്ങൾ 2 പേരും പുസ്തകം വായിക്കുന്നു. ഇനി കുറേ ആൺകുട്ടികളുണ്ട്. അപ്പോൾ അവരോട് ഉപയോഗിക്കുന്നത് അൻതും, നിങ്ങൾ ആൺകുട്ടികൾ, തഖ്റഊനൽ കിതാബ്, നിങ്ങളെല്ലാവരും പുസ്തകം വായിക്കുന്നു. ഇനി ഒരു പെൺകുട്ടിയാണുള്ളത്. അൻതി തഖ്റഈനൽ കിതാബ്, നീ ഒരു പെൺകുട്ടി പുസ്തകം വായിക്കുന്നു. ഇനി 2 പെൺകുട്ടികളുണ്ടെങ്കിൽ അൻതുമാ തഖ്റആനിൽ കിതാബ്, നിങ്ങൾ 2 പേര് പെൺകുട്ടികൾ പുസ്തകം വായിക്കുന്നു. അൻതുന്ന, നിങ്ങൾ കുറേ സ്ത്രീകൾ എന്നുള്ള വേണം. അൻതുന്ന തഖ്റഅനൽ കിതാബ്, അൻതുന്ന തഖ്റഅനൽ കിതാബ്, ഞാൻ ഒരാളേ ഉള്ളൂ. അന അഖ്റഉൽ കിതാബ്, ഞങ്ങൾ കുറേ പേരുണ്ട്. നഹ്നു നഖ്റഉൽ കിതാബ്. ഈ 14 രൂപങ്ങൾ മക്കൾ നന്നായിട്ട് ഓർത്ത് വെക്കുക. ഏത് ഫിഅലിനെയും ഈ രൂപത്തിൽ മാറ്റാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മളിവിടെ ഒരു 2 ഫിഅലുകളാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ രൂപങ്ങൾ നോക്കാം. അതിനുശേഷം മക്കൾ എന്ത് ചെയ്യണം, എപ്പോഴും ഏത് വന്നു കഴിഞ്ഞാലും എത്ര പേരാണ് ഫാഇൽ വരുന്നത് അതിനനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഇവിടെ എടുക്കുന്ന ഒരു പദം സഹബയാണ്. സഹബയുടെ ഫിഅൽ മുളാരി യസ്ഹബു, യസ്ഹബു, യസ്ഹബാനി, യസ്ഹബൂന, തസ്ഹബു, തസ്ഹബാനി, യസ്ഹബ്ന, തസ്ഹബു, തസ്ഹബാനി, തസ്ഹബൂന, തസ്ഹബീന, തസ്ഹബാനി, തസ്ഹബ്ന, അസ്ഹബു, നസ്ഹബു. അടുത്തൊരു പദം നമുക്കെടുക്കാം. ജലസയാണ് എടുക്കുന്നത്. ജലസയുടെ ഫിഅൽ മുളാരി യജ്ലിസു, യജ്ലിസു, യജ്ലിസാനി, യജ്ലിസൂന, തജ്ലിസു, തജ്ലിസാനി, യജ്ലിസ്ന, തജ്ലിസു, തജ്ലിസാനി, തജ്ലിസൂന, തജ്ലിസീന, തജ്ലിസാനി, തജ്ലിസ്ന, അജ്ലിസു, നജ്ലിസു. ഈ രൂപത്തിൽ ഏതൊരു ഫിഅലിനെയും മാറ്റാൻ പറ്റുന്ന രൂപത്തിലേക്ക് പഠിച്ചെടുക്കുക. ഇതിന്
ഓരോ ഫിഅലും വെച്ച് മക്കൾ ഓരോന്നും പറഞ്ഞു നോക്കുക. ഈ രൂപങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകും. അപ്പം അത് പല ഫിഅലുകളും എടുത്ത് പറഞ്ഞു നോക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് ഇനി നമ്മൾ കാണുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ് രണ്ടാമത്തെ യൂണിറ്റിലേക്കാണ് കിടക്കുന്നത്. മക്കൾ നന്നായി പാഠങ്ങളൊക്കെ വായിച്ചു നോക്കുക. യൂണിറ്റിന് ശേഷം ഒരു യൂണിറ്റ് ടെസ്റ്റ് വരുന്നുണ്ടാവും. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ നോക്കുക. കിട്ടിയ മാർക്ക് ടീച്ചറെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.